അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മുഹറം നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു. കേവലം 2 ദിവസങ്ങൾ മാത്രം. വിദേശത്ത് മുഹറം 1 ശനി അല്ലെങ്കിൽ ഞായർ ആയേക്കും. കേരളത്തിൽ മുഹറം 1 ഞായർ അല്ലെങ്കിൽ തിങ്കൾ ആയേക്കും. പ്രിയപ്പെട്ടവരെ, മുൻകഴിഞ്ഞ വർഷങ്ങളിൽ മുഹറം 1 ബിസ്മി എഴുതി വച്ചവർ ഒരുപാട് പേർ ചോദിച്ച ചില സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷം ബിസ്മി എഴുതിയ പേപ്പർ എന്തു ചെയ്യണം? ബിസ്മി എഴുതിയ പേപ്പർ വീട്ടിൽ ഭദ്രമാക്കി സൂക്ഷിക്കുക. പുതിയതായി ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ബിസ്മി എഴുതിയ പേപ്പറുകൾ ഒരുപാട് ഉണ്ട്, സൂക്ഷിക്കാൻ പ്രയാസമായി വരുന്നു. എന്തു ചെയ്യണം? വീട്ടിൽ സൂക്ഷിക്കാൻ പ്രയാസമായാൽ ആ പേപ്പറുകൾ ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് കത്തിക്കുക. ശേഷം അതിന്റെ വെണ്ണീർ അഥവാ ചാരം ശുദ്ധിയുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി കളയുക. അശുദ്ധി സമയത്ത് അതുപോലെ പ്രസവിച്ചു കിടക്കുന്നവർക്കൊക്കെ ബിസ്മി എഴുതാൻ പറ്റുമോ? ദിക്റാണെന്ന് കരുതി അശുദ്ധിയുള്ളവർക്ക് ബിസ്മി എഴുതി വെക്കാവുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ല, വിഷമിക്കേണ്ട ആവശ്യവും ഇല്ല. ബിസ്മി എഴുതുമ്പോൾ ഒരുപാട് നിയത്തുകൾ വെക്കാമോ? നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് ബിസ്മി എഴുതാം. മുഹറം 1 ബിസ്മി എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മുഹറം 1 രാത്രിയോ അല്ലെങ്കിൽ പകലോ, രണ്ടിൽ ഏതെങ്കിലും ഒരു സമയത്താണ് എഴുതേണ്ടത്. കിതാബിൽ ഉള്ളതും അങ്ങനെയാണ്. ഇനി എഴുതാൻ മറന്നുപോയവരോട് പറയുന്നു, മുഹറം ഒരു വർഷത്തിലെ പ്രഥമ മാസമാണല്ലോ. അതുപോലെ മുഹറം 10 വരെ നല്ല സമയങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടല്ലോ. അതിനാൽ ഈ ദിവസങ്ങളുടെയെല്ലാം മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി മുഹറം മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എഴുതി വെക്കുക. അല്ലാഹു നമ്മുടെ നിയ്യത്ത് സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.